സിന്ദൂരരേഖ അവസാന ഭാഗം. രചനാ സംഭാഷണം മൈഥിലി മിത്ര. അന്ന് ചന്ദ്രമംഗലം വീട്ടിലെല്ലാവരും സന്തോഷത്തിൻ്റെ കൊടുമുടിയിലായിരുന്നു. നാണിയമ്മയ്ക്ക് മീരെ എങ്ങനെയൊക്കെ നോക്കിയിട്ടും ഒരു തൃപ്തി വരുന്നുണ്ടായിരുന്നില്ല. മച്ചിയാണെന്നും പറഞ്ഞ് എല്ലാവരുടെയും മുമ്പിൽ നാണം കെട്ട് ജീവിച്ചവളുടെ സങ്കടം അവരിലെ അമ്മയ്ക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു. രശ്മി ഗർഭിണിയാണെന്നറിഞ്ഞപ്പോഴും മീരയുടെ കാര്യമോർത്ത് അവർ വല്ലാതെ വിഷമിച്ചിരുന്നു. മോളെ, എന്തുണ്ടേലും പറയണം. എന്ത് കഴിക്കാൻ തോന്നിയാലും ചിറ്റയെ അറിയിക്കണം. കട്ടിയുള്ള പണികളൊന്നും ചെയ്യരുത്. ചിറ്റ രാവിലെ വന്ന് എല്ലാ പണികളും ചെയ്തിട്ട് പൊയ്ക്കോളാം. ഒരു 100 കരുതലുകൾ അവർ മീരയ്ക്ക് നൽകി. ദത്തനെയും സുലോചനയും രാജിയെയും വിളിച്ചു പറഞ്ഞപ്പോൾ അവരിൽ ആനന്ദം പൊങ്ങി നുരഞ്ഞു. രവി മാത്രം പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ തന്നെ മകളുടെ കുറവുകൾ നിരത്തിപ്പിടിച്ച് കുറ്റം പറഞ്ഞ അച്ഛന് മീരയുടെ വിശേഷ വാർത്ത വായടപ്പിക്കാൻ പോകുന്നതായിരുന്നു. അടുത്ത ദിവസം കാണാൻ വരാം എന്നും പറഞ്ഞാണ് അവർ കോള് കട്ട് ചെയ്തത് തന്നെ. അനിരുദ്ധനോടും രശ്മിയോടും പറഞ്ഞപ്പോൾ അവർക്കും സന്തോഷമായിരുന്നു. പക്ഷെ മീര ഗർഭിണിയാണെന്ന് എങ്ങനെയോ അറിഞ്ഞ നിമിഷം ആദിത്യൻ്റെ കണ്ണുകളിൽ ഉറവ് പൊട്ടി. എന്തിനോ വേണ്ടി, കുറ്റബോധം കൊണ്ടോ അതോ പശ്ചാത്താപം കൊണ്ടോ. വത്സലയുടെ അവസ്ഥയും മറ്റൊന്നല്ലായിരുന്നു. അച്ഛേ, അമ്മയുടെ വയറ്റിൽ എത്ര കുഞ്ഞാവയുണ്ട്? വൈകിട്ട് സ്കൂളിൽ നിന്നും വന്ന കുരുന്നുകൾ മീരയുടെ വയറിൽ തലോടിക്കൊണ്ട് അവൾക്കപ്പുറവും ഇപ്പുറവും കൗതുകത്തോടെ ഇരുന്നു. അച്ചയ്ക്ക് അറിഞ്ഞൂടാ പൊന്നേ. എന്നും പ്രണയത്തോടെ മീരയെ നോക്കിയിരുന്ന അവൻ്റെ കണ്ണുകളിൽ അപ്പോൾ അവളോടുള്ള ബഹുമാനം മുറ്റി നിന്നു. ആൺവാവയാണോ പെൺവാവയാണോ അച്ചയുള്ളേ? അച്ചുവിന് അതായിരുന്നു സംശയം. അച്ചുമോൻ എത്ര വാവയെ വേണം? അവനെ ഒന്നും കൂടി അടുത്തേക്ക് ചേർത്ത് പിടിച്ചിരുത്തിക്കൊണ്ട് മീരയാണ് അത് ചോദിച്ചത്. എനിക്ക് അനിയത്തി മതി. ചെക്കൻ അവളുടെ വയറിന്മേൽ കുറേ ഉമ്മകൾ കൊടുത്തുകൊണ്ട് പറഞ്ഞു. ആഹാ, അനിയത്തി വന്നിട്ട് എന്ത് ചെയ്യാനാ? അച്ചുമോൻ അവിടെ കൂടെ കളിക്കാനാ? അവൾ കുറുമ്പോടെ തിരക്കി. എനിക്ക് കളിക്കണം. അവളെ പൊട്ടുതൊടിയിക്കണം, ഉടുപ്പിടിയിക്കണം, ചോറ് വാരിക്കൊടുക്കണം. അവൻ്റെ കൊഞ്ചലോളിയുള്ള പറച്ചിലിൻ്റെ ലിസ്റ്റ് അങ്ങനെ നീണ്ടുപോയി. ആദിമോൻ ആരാ വേണ്ടേ പറഞ്ഞേ? തൻ്റെ ഇടത്തുവശത്തായി വന്ന് മിണ്ടാതിരിക്കുന്ന ആദിയോട് മീര പൊടുന്നനെ ചോദിച്ചു. എനിക്ക് 2 അനിയത്തിമാരെ തരുമോ അമ്മേ? അവൻ്റെ ചോദ്യം കേട്ട് മീരയും പപ്പനും ഒരുപോലെ ഞെട്ടി. ശേഷം ഇരുവരും പൊട്ടിച്ചിരിച്ചു. സന്തോഷായോ? രാത്രിയിൽ മക്കളെ ഉറക്കിയതിനു ശേഷം തൻ്റെ നെഞ്ചോരം ചാഞ്ഞു കിടക്കുന്നവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് പപ്പൻ ചോദിച്ചു. ഒത്തിരി ഒത്തിരി, അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലൊന്നും എനിക്കറിയായിരുന്നു എൻ്റെ മീരയ്ക്കൊരു കുഴപ്പവും ഇല്ലായിരുന്നെന്ന്. അവൻ്റെ സംസാരത്തിൽ ഉറപ്പു കലർന്നിരുന്നു. ഒരു കുഞ്ഞുണ്ടാവാത്തത് എൻ്റെ പ്രശ്നം കൊണ്ടാണെന്ന് പറഞ്ഞ് എത്രയേറെ കുത്തുവാക്കുകൾ ഞാൻ കേട്ടിട്ടുണ്ടെന്നറിയോ പപ്പേട്ട? അതും സ്വന്തം ഭർത്താവ് തന്നെ മുഖത്ത് നോക്കി മച്ചീന്ന് വിളിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ അങ്ങ് തീർന്നു പോയിരുന്നെങ്കിൽ വരെ ഞാൻ ആശിച്ചിട്ടുണ്ട്. പക്ഷേ സ്വന്തം അച്ഛൻ പോലും കുത്തുവാക്ക് പറഞ്ഞപ്പോഴാണ് ഞാൻ. അവൾ വിതുമ്പിക്കൊണ്ട് അവനോട് ചേർന്ന് കിടന്നു. അതൊക്കെ കഴിഞ്ഞതല്ലേ പെണ്ണെ. ഇനിയിപ്പോൾ അതൊന്നും എൻ്റെ കൊച്ചു ആലോചിക്കേണ്ട. നമ്മുടെ വാവ ഇപ്പോൾ വന്നില്ലേ. എൻ്റെ മീര ഇപ്പോൾ സന്തോഷമായിട്ടിരിക്കേണ്ട സമയമാണ്, അവൻ കരുതലോടെ പറഞ്ഞു. പിന്നെ ഒരു കാര്യം ഞാൻ ചോദിക്കാൻ മറന്നു. മക്കൾ 2 പേരും അനിയത്തിയെ വേണമെന്ന് പറയുന്നു. പപ്പേണ്ണ ആരെയാ വേണ്ടേ? എനിക്കിപ്പോൾ ആരായാലും കുഴപ്പമില്ല മീര. പിന്നെ നമ്മുടെ കുട്ടികളുടെ ആഗ്രഹം പോലെ ഒരു പെൺകുഞ്ഞു വന്നാൽ, അവൻ കള്ളച്ചിരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇപ്പോൾ ഉണ്ണിമാവാണെങ്കിലോ വരുന്നെങ്കിൽ? എന്നാലും സാരമില്ല, വരുന്നിടം വരെ നമ്മൾ ട്രൈ ചെയ്യില്ലേ പെണ്ണേ, പറഞ്ഞുകൊണ്ട് അവൻ പൊട്ടിച്ചിരിച്ചു. ഈ പപ്പേട്ടൻ പെണ്ണിൻ്റെ ചുണ്ടുകൾ കൂർത്തിരുന്നപ്പോൾ. മോളെ നന്ദേ, കട്ടിലിൽ ചുരുണ്ടുകൂടി കിടക്കുന്നവളെ ശ്രീകുമാർ വിളിച്ചു. എന്താ ഇത്? എപ്പോഴും ഇങ്ങനെ കട്ടിൽ തന്നെ കിടന്ന എങ്ങനെയാ? ഇടയ്ക്കൊക്കെ പുറത്തേക്ക് ഇറങ്ങണ്ടേ? അയാളുടെ കൂടെ വന്ന ആശ അവളെ നോക്കി സങ്കടപ്പെട്ടു. എനിക്ക് വയ്യമ്മേ, നടക്കാൻ കഴിവില്ലാത്ത ഞാനെന്തിനാ വെറുതെ. അവൾ അവരെ നോക്കാതെ മുകളിൽ കടങ്ങുന്ന ഫാനിലേക്ക് നോക്കിക്കിടന്നു. ഇങ്ങനെ ആത്മവിശ്വാസം കളഞ്ഞ എങ്ങനെയാ? ഇത്രയൊക്കെ നീ അതിജീവിച്ച് വന്നില്ലേ. ഇനിയും ഭേദമാകും. അത് പറയുമ്പോൾ ശ്രീകുമാറിൻ്റെ ശബ്ദം വിറച്ചിരുന്നു. എന്തിനാ അച്ഛൻ എന്നോട് കള്ളം പറയുന്നേ? ഞാൻ സങ്കടപ്പെടുമെന്ന് കരുതിയാണോ? ഇനി ഒരിക്കലും എനിക്ക് നടക്കാൻ കഴിയില്ലെന്ന് ആദ്യം മനസ്സിലാക്കിയത് ഞാനാ. അതെൻ്റെ വിധിയായിരിക്കും. അഹങ്കാരം കൊണ്ട് ഞാൻ വരുത്തിവെച്ച വിധി. അവൾ സ്വയം ഒന്ന് പുച്ഛിച്ചുകൊണ്ട് ചിരിച്ചു. ഇങ്ങനെയൊന്നും പറയല്ലേ മോളെ, ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല.
നിന്നെ ജീവനോടെ കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാനും നിൻ്റെ അച്ഛനും ഇന്നും ജീവിച്ചിരിക്കുന്നത്. നിന്റെ ശരീരത്തിൽ ഒരിറ്റ് ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടി ദിവസങ്ങളോളം ഞങ്ങൾ കാത്തിരുന്നിട്ടുണ്ട്. ഈശ്വരൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് മാത്രം നിന്നെ ഞങ്ങൾ ഇങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടിയേ. അത് പറയുമ്പോൾ ആശ കരഞ്ഞു പോയിരുന്നു. കരയാതെ അമ്മേ, ഇപ്പോൾ ഞാനെന്താ ചെയ്യണ്ടേ അത് പറ. ഞാൻ ഉമ്മറത്ത് വന്നിരുന്നാൽ തീരുന്ന കാര്യമല്ലേ ഉള്ളൂ. ആ വീൽ ചെയർ എടുത്തോണ്ട് വാ, ഞാൻ വന്നോളാം. അവളൊന്ന് കണ്ണ് ചിമ്മിക്കൊണ്ട് പറഞ്ഞതും ശ്രീകുമാറും ആശയും കൂടി അവളെ വീൽ ചെയറിലിരുത്തി പുറത്തേക്ക് കൊണ്ടുപോയി. ഈശ്വര, ഞാൻ എവിടാ? കണ്ണു തുറന്നു നോക്കിയപ്പോൾ വിനീത കാണുന്നത് മുകളിൽ കടകടാ ശബ്ദത്തോടെ കറങ്ങിത്തിരിയുന്ന ഒരു പഴയ ഫാനായിരുന്നു. അവൾ എന്തോ സംശയത്താൽ ചുറ്റും നോക്കി. ഇടുങ്ങിയ ഒരു കുറിസുമുറിയാണ്. പെയിന്റ് അടർന്നു തൂങ്ങിയ വൃത്തിഹീനമായ ഒരു ചെറിയ മുറി. ചുവരിൽ കെട്ടിയ പ്ലാസ്റ്റിക് കയറിൻ്റെ അയയിൽ തൂങ്ങിക്കിടക്കുന്ന കുറെ കടുത്ത നിറത്തിലുള്ള മുഷിച്ച തുണികൾ. മുറിയിലാകമാനം വല്ലാത്ത ദുർഗന്ധവും ഉണ്ടായിരുന്നു. ഞാൻ എവിടെയാ? ആരാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? മനസ്സിൽ ദേഷ്യത്തോടെ ചീത്ത വിളിച്ചുകൊണ്ടാണ് അവൾ കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റത് തന്നെ. പൊടുന്നനെ അവൾ എഴുന്നേറ്റതുപോലെ തന്നെ തിരിഞ്ഞു കിടന്നു. തൻ്റെ ദേഹത്ത് ഒരു തരി തുണി പോലും ഇല്ല എന്നുള്ള കാര്യം അവൾക്കപ്പോഴാണ് മനസ്സിലായത്. വിനീതയ്ക്ക് ശ്വാസം മുട്ടി. പേടിയാൽ കണ്ണുകൾ ചുറ്റിനു ഉഴറി. ശരീരത്തിൽ വല്ലാതെ വിറയൽ പടർന്നു. ഇന്നലെ രാത്രി താൻ ഡേവിഡിനോടൊപ്പം ഗോവ വന്നത് ഓർമ്മയുണ്ട്. അയാളോടൊപ്പം ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ മുറിയെടുത്തതും ഡ്രിങ്ക്സ് കഴിച്ചതും ഓർക്കാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം അയാളോടൊപ്പം ബെഡിൽ കിടന്നതും അറിയാം. പിന്നീട് തനിക്ക് എന്താണ് സംഭവിച്ചത്? ഡേവിഡ് എവിടെയാണ്? ഈ മുറി എവിടെയാണ്? ഒന്നും മനസ്സിലാവാതെ അവൾ ഉച്ചത്തിൽ അലറി. ഡേവിഡിനോടൊപ്പം വരാൻ കണ്ട സമയത്തെ അവൾ അപ്പോൾ മനസ്സാൽ ശപിച്ചു. എന്താടി കിടന്നു കൂവുന്നേ? ഏതോ ഒരു പുളിച്ച വർത്താനം കേട്ടുകൊണ്ട് അകത്തേക്ക് വന്ന് ഒരു കറുത്ത് തടിച്ച സ്ത്രീ അവളെ നോക്കി ഒരാട്ടാട്ടി. നിങ്ങൾ ആരാ? എന്നെ എന്തിനാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ? പുതപ്പ് നെഞ്ചുവരെ വാരി ചുറ്റിക്കൊണ്ട് അവൾ കട്ടിലിരുന്നു കൊണ്ട് തന്നെ ചീറി. ആഹാ, അപ്പോൾ ഒന്നും അറിയാതെയാണോടി മോളെ നീ ഈ പണിക്ക് പോകുന്നത്? അതോ നീ ഇപ്പോൾ ഒന്നും അറിയത്തില്ലെന്ന് പറഞ്ഞ് അഭിനയിച്ച് പുണ്യാളത്തെ ആവാൻ ശ്രമിക്കുവാണോ? അവരവളുടെ കട്ടിലിന് മുകളിൽ വലങ്കാല് കുത്തി നിന്നുകൊണ്ട് വിനീതയ്ക്ക് നേരെ കുനിഞ്ഞു. നിങ്ങൾ എന്തൊക്കെയാ ഈ പറയണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വിനീതയ്ക്ക് ദേഷ്യവും സങ്കടവും എല്ലാം ഒരുപോലെ വരുന്നുണ്ടായിരുന്നു. അറിഞ്ഞില്ലെങ്കിൽ പറഞ്ഞു തരാം. നിന്നെ ആ ജേവിഡ് ഞങ്ങൾക്കാണ് വിറ്റത്. അവരതും പറഞ്ഞുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങിപ്പോയത്. എല്ലാം കേട്ടുകൊണ്ട് അമ്പരന്നിരിക്കാൻ മാത്രമേ അവൾക്കായുള്ളൂ. കാരണം കേട്ട സത്യങ്ങൾ അവളെ സംബന്ധിച്ചിടത്തോളം ഭീതി ഉണ്ടാക്കുന്നതായിരുന്നു. ആദ്യമായി അവളിൽ പേടി അരിച്ചു കയറി. ആദ്യമായി അവൾക്ക് വീടും വീട്ടുകാരെ ഓർമ്മ വന്നു. ആദ്യമായി അവൾക്ക് കുറ്റബോധം തോന്നി. ആദ്യമായി ഒരു സുരക്ഷിത കരങ്ങൾ താങ്ങായി വേണമെന്ന് അവൾക്ക് തോന്നി. അവൾ മുഖം കൈവെള്ളയിൽ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ഏങ്ങി ഏങ്ങി കരഞ്ഞു. കണ്ണുനീർ ധാരധാരയായി കവിളിലും മുഖത്തും പടർന്നു. അവൾ തളർന്നു തുടങ്ങിയിരുന്നു. ഇനിയുള്ള ജീവിതം കഴിക്കേണ്ടി വരുമോ എന്നുള്ള ആലോചന വന്നപ്പോൾ തന്നെ അവൾക്ക് സ്വയം ഇല്ലാതാവാൻ തോന്നിപ്പോയി. വിനീത പൊടുന്നനെ എഴുന്നേറ്റു. കട്ടിലിനടിയിൽ ചിതറിക്കിടന്ന സ്വന്തം വസ്ത്രങ്ങൾ കുനിഞ്ഞെടുത്ത് വേഗം ധരിച്ചു. ഒരു ജനൽ പോലും ഇല്ലാത്ത മുറിയുടെ വാതിൽക്കലേക്ക് ചെന്ന് പുറത്തേക്ക് തലയിട്ട് നോക്കിയതും അവൾക്കുള്ള ധൈര്യം കൂടി ചോർന്നു പോയിരുന്നു. പുറത്തെ ഇടുങ്ങിയ വരാന്തയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന തടിമാടന്മാർ. മിക്കവാറും അവരിവിടുത്തെ സെക്യൂരിറ്റികളായിരിക്കുമെന്ന് ആലോചിച്ചപ്പോൾ അവൾ മനസ്സിലായിരുന്നു. വിനീത വീണ്ടും അകത്തേക്ക് ശേഷം നെഞ്ചു വിങ്ങിക്കരഞ്ഞു. സ്വയം വിധിച്ച വിധിയുടെ നീരാളി കൈകളിൽ നിന്നും മോചനമില്ലാതെ അവൾ ഏകിയായിരുന്നു. ആ തെരുവിന് ഒരുവളെ കൂടെ കിട്ടി, വരുന്നവരുടെ തീർക്കുവാനായി. അതേസമയം വിനീതയുടെ അച്ഛൻ സുരേന്ദ്രൻ മകളെ കാണുന്നില്ല എന്നൊരു പരാതി നാട്ടിലെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. അന്വേഷണം ഉണ്ടാകുമായിരിക്കാം. ഡേവിഡിനെ ചോദ്യം ചെയ്യുകയും ചെയ്തിരിക്കാം. പക്ഷേ മാഫിയുടെ കണ്ണുകളിൽപ്പെട്ട് ആ ഒരുവൾ കൂടി ജീവിതം തുലച്ചു. പുറം ലോകം അറിയാതെ. ഒരിക്കൽ അകപ്പെട്ടു പോയാൽ പുറം വെളിച്ചം കാണാത്ത ആ കുടിസുമുറിയിൽ അവളുടെ ജീവിതവും നരകിച്ചുകൊണ്ടിരുന്നു. മാസങ്ങൾ കടന്നുപോയി. ലേബർ റൂമിൻ്റെ വാതിലിന് മുൻപിൽ പപ്പൻ വെരുകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അതിനു മുൻപിൽ കിടന്ന കസേരകളിൽ ദേവരാജനോടൊപ്പം അച്ചു ആദിയും വിരല് കടിച്ചുകൊണ്ടിരുന്നു. കൂടെ നാണിയമ്മയും ഉണ്ടായിരുന്നു. ദത്തനും രാജിയും സുലോചനയും മീരയുടെ പ്രസവവേദനയുടെ കാര്യം അറിഞ്ഞതും നാട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അനിരുദ്ധ് വിവരം അറിഞ്ഞ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് ഓടിയെത്തി.
രശ്മിയുടെ പ്രസവം കഴിഞ്ഞിട്ട് ഏകദേശം 3 മാസം മാത്രമേ കഴിഞ്ഞിരുന്നതിനാൽ അവൾ തൻ്റെ മോനെയും കൊണ്ട് അങ്ങോട്ടേക്ക് ചെന്നില്ലായിരുന്നു. മീരയുടെ ആൾക്കാർ ആരാണ്? അപ്പോഴേക്കും ഒരു നേഴ്സ് അകത്തു നിന്നും വന്ന് വിളിച്ചു ചോദിച്ചു. എന്താ സിസ്റ്ററെ? ഞാനാണ്. മീരയുടെ ഡെലിവറി കഴിഞ്ഞോ? അവൾ സുഖമായിട്ടിരിക്കുന്നോ? പപ്പൻ അപ്പോഴേക്കും ഒരേ വായിൽ കുറേ ചോദ്യങ്ങളുമായി അവരുടെ അടുത്തേക്ക് പാഞ്ഞു എന്നു. ഒന്നും ആയില്ല. നോർമൽ ഡെലിവറി നടക്കുമെന്ന് തോന്നുന്നില്ല. സിസേറിയൻ വേണമെന്നാണ് ഡോക്ടർ പറയുന്നത്. ഒന്ന് ഡോക്ടറിനോട് വന്ന് വേഗം സംസാരിക്കൂ. അവർ അത്രയും പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയി. അത് കേട്ടതും പപ്പനിൽ ഒരു ആന്തലുണ്ടായി. അവൻ അനിയോടൊപ്പം ഡോക്ടറിനോട് സംസാരിക്കുവാനായി ലേബർ റൂമിനകത്തുള്ള കൗൺസിലിംഗ് റൂമിലേക്ക് കയറി. മാഡത്തിൻ്റെ അഭിപ്രായവും അതുതന്നെ ആയിരുന്നതുകൊണ്ട് അവൻ വെപ്രാളത്തോടെ അവർ കൊണ്ടുവന്ന കൺസെൻറ്റ് പേപ്പേഴ്സിലെല്ലാം ഒപ്പിട്ട് കൊടുത്തു. വീണ്ടും ആദ്യയോടെയുള്ള കാത്തിരിപ്പ് ഓപ്പറേഷൻ തിയേറ്റർ മുമ്പിൽ നടന്നു. പപ്പൻ ടെൻഷൻ സഹിക്കാൻ വയ്യാതെ തലമുടി പിടിച്ചു വലിച്ചു. ഫ്ലോറിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. വെറുതെ ചുമരിൽ ഇടിച്ചുകൊണ്ടിരുന്നു. അപ്പോഴെല്ലാം പ്രസവത്തോടെ അകാലത്തിൽ പൊലിഞ്ഞ തൻ്റെ സ്വന്തം അനിയത്തിയായിരുന്ന അവൻ്റെ മനസ്സിൽ. എപ്പോഴും ശാന്തനായി ഇരുന്നവൻ്റെ ഭാവം അപ്പോഴുള്ള വേറൊരു മുഖഭാവം എല്ലാവരിലും സങ്കടം നിറയ്ക്കാൻ പോകുന്നതായിരുന്നു. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞില്ല. മീരയെ ഓപ്പറേഷൻ ചെയ്ത മാഡം പുറത്തേക്ക് വന്നതും പപ്പൻ ഓടി അവരുടെ അടിയിലേക്ക് ചെന്ന് നിന്നു. പ്രതീക്ഷയോടെ ആ മുഖത്തേക്ക് നോക്കി. പേടിക്കാനൊന്നുമില്ല. ഡെലിവറി കഴിഞ്ഞു. മീരയും കുട്ടികളും സുഖമായിട്ടിരിക്കുന്നു. 2 പെൺകുട്ടികളാണ്. പപ്പൻ കുറച്ചു നേരം ഒന്നും മിണ്ടിയില്ല. പിന്നീട് എന്തിനോ വേണ്ടി പൊട്ടിക്കരഞ്ഞു. തൻ്റെ മീരയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നതിൻ്റെ സന്തോഷമോ, തൻ്റെ രക്തത്തിൽ പൊന്നോമനകൾ പിറന്നതിൻ്റെ ആഹ്ലാദമോ, അതോ തൻ്റെയും തൻ്റെ മക്കളുടെയും ആഗ്രഹപ്രകാരം 2 പെൺകുഞ്ഞുങ്ങൾ ഉണ്ടായതിൻ്റെ ആനന്ദമോ. അവൻ പൊട്ടി പൊട്ടി കരഞ്ഞു. ശേഷം അനിയെ കെട്ടിപ്പിടിച്ചു. അരമണിക്കൂർ കൂടി കഴിഞ്ഞ് മീരയെ മുറിയിലേക്ക് മാറ്റും കേട്ടോ. അപ്പോൾ പോയി കണ്ടോളൂ. മക്കളെയും ക്ലീൻ ചെയ്ത് ഇപ്പോൾ തന്നെ കൊണ്ടുവന്ന് കാണിക്കും കേട്ടോ. അവരുടെ ആഹ്ലാദ പ്രകടനങ്ങൾ കണ്ടതും പപ്പനോട് അത്രയും പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്നും നടന്നു മാറി. കുറേ നിമിഷങ്ങൾ കഴിഞ്ഞതും കുട്ടികളുമായി 2 നേഴ്സുമാർ പുറത്തേക്ക് വന്നു. പഞ്ഞിക്കെട്ട് പോലെയുള്ള 2 വെളുത്ത സുന്ദരിക്കുരുന്നുകൾ. ഒരാളെ പപ്പൻ കൈനീട്ട് വാങ്ങിയപ്പോൾ ഒരാളെ ദേവരാജൻ കയ്യിലേക്ക് എടുത്തു. കുറുമ്പന്മാൻ ആഹ്ലാദം കൊണ്ട് മതിമറന്നു. അവിടെ കിടന്ന് ഡാൻസ് ചെയ്തു. അനിയുടെ തന്നെ ആ സന്തോഷ വർത്താനം രശ്മിയെ വിളിച്ചു പറഞ്ഞു. പക്ഷേ നാണിയമ്മ മാത്രം അവരെ നോക്കി സന്തോഷ കണ്ണീർ പൊഴിച്ച് അവിടെ തന്നെ നിന്നുപോയി. കൊച്ചുമക്കളെ കാണണ്ടേ നാണി നിനക്ക്? ദേവരാജനും പപ്പനും അപ്പോഴേക്കും കുഞ്ഞുങ്ങളെയും കൊണ്ട് ചെന്ന് അവരെ പൊതിഞ്ഞിരുന്നു. പപ്പേട്ട സന്തോഷമായോ? മുറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത മീര തൻ്റെ അരികിൽ കയ്യും കോർത്തിരുന്നവനോട് ചോദിച്ചു. ഒരുപാട്. അമ്മയുടെ ചൂടേറ്റ് അവൾക്കരികിൽ കിടന്ന് കണ്ണും പൂട്ടി ഉറങ്ങുന്ന കുഞ്ഞുങ്ങളെ നോക്കി അവൻ അവളുടെ നെറുകയിൽ പ്രണയത്തോടെ ഒന്ന് മുത്തി, കണ്ണിൽ സന്തോഷാശ്രുക്കൾ നിറച്ചുകൊണ്ട്. അമ്മേ, എൻ്റെ അനിയത്തിമാർ എപ്പോഴാണ് വലുതാവുന്നേ? കുഞ്ഞുങ്ങളുടെ കൈയും കവളും ഒക്കെ തോണ്ടിക്കൊണ്ടിരുന്ന അച്ചു ആദിയും പൊടുന്നനെ അവരോട് ചോദിച്ചു. അതോ, കുഞ്ഞാവകൾ മാമ കൊണ്ടു കഴിഞ്ഞ് വലുതാവല്ലോ. അപ്പോൾ എൻ്റെ കുറുമ്പന്മാരുടെ കൂടെ കളിക്കുമല്ലോ. അസഹനീയമായി വയറിൽ അനുഭവപ്പെടുന്ന ആ വേദനക്കിടുകയിലും അവൾ തൻ്റെ മൂത്ത മക്കളെ ഒപ്പം ചേർത്ത് പിടിച്ചു. എന്നാ എൻ്റെ കുഞ്ഞാവൾ മാമ ഉണ്ടെന്നേ? ആദിയുടെ സംശയം പെട്ടെന്നായിരുന്നു എത്തിയത്. അതോ, എൻ്റെ ഉണ്ണികളുടെ പരീക്ഷയൊക്കെ കഴിയുമ്പോൾ അവർ മാമ ഉണ്ണുമല്ലോ. അവനെ ഒന്ന് തഴുകിക്കൊണ്ട് മീര വീണ്ടും പറഞ്ഞു. അമ്മേ, അപ്പം അവരെൻ്റെ കൂടെ കളിക്കോ? ചെക്കൻ വീണ്ടും ചോദിച്ചു. കളിക്കൂല്ലോ, മീര പുഞ്ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു. അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി. താൻ സ്വപ്നം കണ്ട നിമിഷങ്ങൾ സാക്ഷാത്കരിച്ചതിൻ്റെ സാഫല്യം അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞു കത്തി. മീര. അവളുടെ മുഖത്ത് കത്തിയ പൂർണ്ണചന്ദ്രന്മാരുടെ പ്രകാശം കണ്ട് പപ്പൻ വിളിച്ചു. എന്താ പപ്പേട്ട? അവൾ മെല്ലെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ജീവിതത്തിൽ ഇത്രയും വലിയൊരു സന്തോഷം എനിക്കുണ്ടായിട്ടില്ലടി. ഇനിയോട്ടും ഉണ്ടാവുകയില്ല. അവൻ അച്ചുവിനെയും ആദിയും ഒരു കൈയിൽ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് മറു കൈകൊണ്ട് മീരയും കുഞ്ഞിപ്പെണ്ണുങ്ങളെയും തൻ്റെ ദേഹത്തേക്ക് ശ്രമപ്പെട്ട് ചേർത്ത് കിടത്തി. തൻ്റെ 4 മക്കളും തൻ്റെ പ്രാണനും. ആ സുന്ദര നിമിഷം മീര ആവോളം മനസ്സിൽ നിറച്ചു. അപ്പോഴും അവളുടെ സിന്ദൂരരേഖയിൽ പപ്പൻ തൊടുത്തു കൊടുത്ത ചുവപ്പ് മായാതെ കിടപ്പുണ്ടായിരുന്നു. ഇനി ഒരിക്കലും കാത്തിരിക്കരുത് കേട്ടോ. അപ്പോൾ പപ്പനും മീരൻ്റെയും അവളുടെ കുഞ്ഞുങ്ങളുടെയും സിന്ദൂരരേഖയെന്ന കഥ ഇവിടെ അങ്ങ് അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും വായിക്കാത്തവരുണ്ടെങ്കിൽ വായിക്കണം കേട്ടോ ഈ സ്റ്റോറി.
അപ്പോൾ അടുത്ത പുതിയൊരു സ്റ്റോറിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.